ഹായ്, എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നു. എനിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ വീഡിയോ ഇതാണ് ഓഡിയോ ചെറിയ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. മഴ കാരണം ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ CA ഇന്റർമീഡിയറ്റ് സെപ്റ്റംബർ 2024 ഗ്രൂപ്പ് 2ലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്യാനാണ്. ഞാൻ പറഞ്ഞ തന്നെ CA ഇന്ററിന്റെ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് എടുക്കണേ. അപ്പം അതിന്റെ പോരായ്മകൾ വരും. താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ആ ലൈക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ തുടർന്ന് ചെയ്യാം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് 2ന്റെ FM-ന്റെയും കോച്ചിങ്ങിന്റെയും ക്ലാസ്സസ് ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബിൽ കിട്ടും. ഓക്കെ, യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുന്ന മുമ്പായിട്ട് ഡേ 2 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുക. കാരണം വീഡിയോ ഓക്കെ എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണാലോ, വരച്ചു നോക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഡേ 2 അല്ലേ? ഡേ 2. അപ്പൊ ഡേ 1ലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഡേ 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരോടാണ് പറയുന്നത്. ഡേ 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഡേ 1ന്റെ പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡേ 1ന്റെ കണ്ടന്റ് ചെയ്യാം ഡേ 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഡേ 2ലുള്ള കാര്യങ്ങളുണ്ട്, ഡേ 1നുള്ളതുണ്ട്. അപ്പൊ ഇനി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഹ്യൂജ് എമൗണ്ട് ആവും. അതുകൊണ്ട് തന്നെ മാക്സിമം തീർക്കാൻ നോക്കുക. കാരണം ഇപ്പൊ തുറക്കാനായിട്ട് നമ്മൾ കുറച്ചാണ് എടുക്കണം. നമ്മൾ മാക്സിമം 20 ദിവസം കൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് 2 തീർക്കാൻ പറ്റുമോ എന്നാണ് നോക്കണേ. ഓക്കെ, അതിന് നമുക്ക് എന്താണ്, ചിലവർക്ക് അതിന് കൂടുതൽ പറ്റും, പെട്ടെന്ന് തീർക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് കൂടുതൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു റഫ് ഒരു പ്ലാൻ വേണ്ടി നോക്കുന്നതാണ്. ഇങ്ങനെ ഇത്ര വെച്ച് പഠിച്ച് നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു മൊഡ്യൂളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഡേ 2 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടെന്ന് പറയുന്നത് FM നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് പഠിക്കണം. അതേപോലെ തന്നെ SM ഇന്നലത്തെ പഠിക്കാനുള്ള എന്തിനൊക്കെ മെച്ചമുണ്ടെങ്കിൽ അത് പഠിക്കാൻ എത്ര മണിക്കൂറാണ് വേണ്ടത് അത്ര എടുക്കും. എന്ന് വെച്ചാൽ ഇന്നലെ 2 മണിക്കൂർ 1 മണിക്കൂറാണ് പഠിച്ചുള്ളെങ്കിൽ ഇന്ന് ബാക്കി 1 മണിക്കൂർ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ 1 മണിക്കൂർ പഠനം അങ്ങനെയുള്ള രീതിയിൽ എടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് എനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ ഓഡിറ്റിങ് 1 മണിക്കൂർ പഠിക്കുക. ഓഡിറ്റിങ് എന്ത് ചെയ്യുക, 1 മണിക്കൂർ പഠിക്കുക. ഓഡിറ്റിങ് 1 മണിക്കൂർ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. തിയറി പേപ്പറാണ്, നിങ്ങളുടെ ഇഷ്ടത്തെ അങ്ങ് വിട്ടുപോകണം. കാരണം അതേ രീതിയിൽ പോവാ. എന്താണ് ആദ്യമേ എന്തൊക്കെ എസ് ആണോ ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് എസ്നെ കുറിച്ചൊരു ധാരണ ഇതൊക്കെ കിട്ടും. വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു FM-ന്റെ അത് ലിവറേജ് എന്ന ചാപ്റ്റർ ആയിരിക്കും റിവിഷൻ സീരീസ് പോലെ കഴിഞ്ഞാൽ. ഇനി എന്താണ് FM ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് പോകണം എന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. ഇനി അങ്ങോട്ട് എന്തായിരിക്കും, നമ്മുടെ ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോയുടെ തുടക്കം നമ്മൾ ഡേ 2ന്റെ പ്ലാനിങ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. ഇന്ന് നിങ്ങളിപ്പോ ഡേ 1 നിങ്ങളുടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ? ഇന്നിപ്പോ ഡേ 2 ആണ്. ഇന്ന് ഞാൻ വീഡിയോ ഇടുന്ന ദിവസം 14/7 ഇത് 14/7. പക്ഷെ നിങ്ങൾ 14/7 നിങ്ങൾക്ക് ഡേ 1 വന്നേക്കണേ. സോ ഡേ 2 നിങ്ങൾക്ക് വരെ എന്നായിരിക്കും 15/7 കേട്ടോ. അതങ്ങനെ എടുക്കും. നമ്മൾ ടൈം ഉണ്ട്, നമ്മൾ 59 ദിവസം ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അന്നേരം തീർന്നില്ലെങ്കിൽ നമുക്ക് ദിവസങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്രത്തേക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല പക്കയായിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിഷൻ ലിവറേജ് ആ ചാപ്റ്ററിന്റെ കാര്യങ്ങളാണ് പോലെ ജസ്റ്റ് നമുക്ക് ആ നോട്ടിലൊന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിന്റെ അകത്ത് നമുക്ക്
ലിവറേജ്. ഓക്കെ, ഞാനിവിടെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എന്ത് പറ്റും, ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് ചാപ്റ്റർ 6 ആണ് കേട്ടോ. അപ്പൊ ടെസ്റ്റ് നിങ്ങൾ വായിക്കുക, ടെസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് പഠിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, വാല്യൂ മാക്സിമൈസേഷനോ അല്ലെങ്കിൽ എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് അല്ലെ. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ടു മാക്സിമൈസ് ദ വാല്യൂ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള എന്താ, ബേസിക് ഒബ്ജക്റ്റീവ് അല്ലെ. ബേസിക് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ഇവിടെ? ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് ബിസിനസിന്റെ വാല്യൂ അല്ലെങ്കിൽ എന്താണ്, വെൽത്തോ മാക്സിമൈസ് ചെയ്യുക എന്നാണ് നമ്മുടെ എന്താ, ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ബിസിനസ് ഈസ് മാക്സിമം വെൻ KO is minimum and KO is minimum when risk is minimum എന്നാണ് പറയുന്നത്. KO എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ആണ് കേട്ടോ. അപ്പം വാല്യൂ ഓഫ് ബിസിനസ് കൂടിയെങ്കിൽ K എന്ന് വെച്ചാൽ കോസ്റ്റ് അല്ലേ. ഓക്കെ, വാല്യൂ ഓഫ് ബിസിനസ് കൂടിയെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ എന്താണ്, ഓക്കെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്ത് വരും, കൂടും. അതേപോലെ തന്നെ എന്ത് വരും, വാല്യൂ ഓഫ് അല്ലെ വാല്യൂ ഓഫ് ബിസിനസ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, KO എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. വാല്യൂ ഓഫ് ബിസിനസ് ഞാൻ എന്ത് ചെയ്യാം, VOB ഇടാം. ഓക്കെ, വാല്യൂ ഓഫ് ബിസിനസ് ഈസ് മാക്സിമം. വാല്യൂ ഓഫ് ബിസിനസ് മാക്സിമം ആവുമ്പോൾ when KO is minimum എന്ന് വെച്ചാൽ കോസ്റ്റ് അല്ലെ. അപ്പം KO മിനിമം ആണെങ്കിൽ എന്തായിരിക്കും, റിസ്ക് എന്ന് പറയുന്നതും മിനിമം ആയിരിക്കും. എന്താണ്, കോസ്റ്റ് മാക്സിമം ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറയാണ് റിസ്ക് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ ഓഫ് എന്താണ്, ബിസിനസ് എന്ന് പറയുന്നത് കുറയും. റിസ്ക് കുറവാണെങ്കിലോ വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത എത്ര തരം റിസ്കുകളുണ്ട് എന്നാണ് നോക്കാൻ. എത്ര തരമാണ് നമുക്ക് ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത്? 2 തരമാണ്, ബിസിനസ് റിസ്ക്കും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും ആണ് ഉള്ളത് അല്ലെ. അപ്പം ബിസിനസ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ ഫാം ഓപ്പറേഷൻ ദാറ്റ് ദ അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ ഫാം എബിലിറ്റി ടു റിക്കവർ ദ വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. ബിസിനസ് റിസ്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫ്യൂച്ചറിൽ ഓപ്പറേറ്റിംഗ് ഇൻകം എത്ര വരുന്നുള്ള ഉറപ്പില്ല, നമുക്ക് EBIT എത്രയാണ് എന്നുള്ളത് അൺസർട്ടൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും റിക്കവർ ചെയ്തെടുക്കാനുള്ള പീരീഡ് എത്രയുണ്ടെന്ന് നമുക്ക് എന്തില്ല, ധാരണ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ബിസിനസ് റിസ്ക് വരിക. അപ്പം വെൻ വി യൂസ് എന്താണ്, ഓപ്പറേറ്റിംഗ് റിസ്ക് ടു മെഷർ ദ ബിസിനസ് റിസ്ക്. അപ്പം ബിസിനസ് റിസ്കിന്റെ അകത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി ബിസിനസ് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിവറേജ് ആണ്. എന്താണ്, ഓപ്പറേഷൻ ലിവറേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പം
ഫിനാൻഷ്യൽ റിസ്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? അഡീഷണൽ റിസ്ക് ബേസ്ഡ് ഓൺ ദ ഫാം ഷെയർ ഹോൾഡേഴ്സ് ബിക്കോസ് ഓഫ് യൂസ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് യൂസ് കാരണം നമുക്ക് അഡീഷണൽ ആയി വരുന്ന റിസ്ക്. ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് ബിസിനസ് ടു പേ ഇൻട്രസ്റ്റ് ഓർ റീപേ പ്രിൻസിപ്പൽ. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന് ആ എടുത്തേക്കുന്ന കടം തിരിച്ചടയ്ക്കാനുള്ള എബിലിറ്റി എത്രയുണ്ട്, അതിന് അടിക്കേണ്ട ഇൻട്രസ്റ്റ് അടിക്കാനുള്ളതുണ്ടോ, അതൊക്കെ മെഷർ ചെയ്യുന്ന എഴുതി വെച്ചാണ് ഫിനാൻഷ്യൽ ലിവറേജ് വെച്ചാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ലിവറേജസ് നമുക്ക് പഠിക്കാനുള്ള 3 ഓപ്പറേഷൻ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള? ഓപ്പറേഷൻ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജ്. ഈ 3 ലിവറേജസ് ആണ് പഠിക്കാനുള്ള. ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്ന അതിന്റെ ഇക്വേഷൻ പറയുന്ന കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. EBIT. ഫിനാൻഷ്യൽ റിസ്കിന്റെ ഇക്വേഷൻ പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ബൈ EBIT, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് ആകുമ്പോൾ EBIT ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് കേട്ടോ. അപ്പം ഇത് വരുമ്പോൾ അടുത്ത നമുക്ക് എന്താണ്? കമ്പൈൻഡ് ലിവറേജ് അല്ലെ. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വരിക കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഇതാണ് ഇതിന്റെ 3ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഓപ്പറേഷൻ ലിവറേജ് ഇത് നമുക്കറിയാം. എവിടെ നിന്നാണ് എടുത്തത്? എന്താണ്? കോസ്റ്റ് ഷീറ്റിന് ഇതല്ലേ, അതിന് സെയിൽ വാല്യൂ, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EBIT കിട്ടും, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അതിന് ഇൻട്രസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ EBT കിട്ടും, ഏർണിംഗ് ബിഫോർ ടാക്സ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ EAT അല്ലെ, ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടും, അല്ലെങ്കിൽ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അങ്ങനെ പോകും. അപ്പം ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ ഒരു സ്റ്റെപ്പ് അല്ലെ ഇതിന് എടുക്കുക. അപ്പൊ അത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് പോകുന്ന എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ ലിവറേജ്. നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻ ലിവറേജ് എന്താന്ന് നോക്കാം. ഓപ്പറേഷൻ ലിവറേജ് എന്ന് വെച്ചാൽ സെയിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനും EBITയും തമ്മിലുള്ള റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്താ? ബിസിനസ് റിസ്ക്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ലിവറേജ് നോക്കുന്നതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? ബിസിനസ് റിസ്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത്. ദ ടെൻഡൻസി ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻകം ടു ചേഞ്ച് ഡിസ്പ്രൊപ്പോർഷണലി വിത്ത് ചേഞ്ച് ഇൻ സെയിൽ വോളിയം. എന്താണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, എന്താണ്? ഡിസ്പ്രൊപ്പോർഷണലി ആയിരിക്കും ചേഞ്ച് വോളിയമായിട്ട് EBIT കേട്ടോ. Therefore, operation leverage is a function of 3 factors. Operation leverage എന്താണ്? 3 ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സ് ആണ് എന്താണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ? എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ഓർ കോൺട്രിബ്യൂഷൻ മാർജിൻ, അതേപോലെ വോളിയം ഓഫ് സെയിൽ. ഇത് 3 ഇതിന്റെ ഫങ്ഷൻസ് ആയിട്ട് ഓപ്പറേഷൻ ലിവറേജിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBIT. കാരണം കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെയിലും EBITയും തമ്മിലുള്ള റിലേഷനെയാണ് ഓപ്പറേഷൻ ലിവറേജ്. ഇതിൽ ഓപ്പറേഷൻ ലിവറേജിലൂടെ നമുക്ക് എന്ത് കിട്ടും? ബിസിനസ് റിസ്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഫങ്ഷൻസ് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിന്, അതേപോലെ വോളിയം ഓഫ് സെയിൽ. ഓപ്പറേഷൻ ലിവറേജിന് വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. percentage change in EBIT. Okay, ഇത് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. percentage change in EBIT divided by percentage change in sales, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ എന്താണ്? കോൺട്രിബ്യൂഷൻ. ഇങ്ങനൊരു ഇക്വേഷൻ കൂടിയുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഒരു ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? എവറി 1% ചേഞ്ച് ഇൻ സെയിൽ ഓർ കോൺട്രിബ്യൂഷൻ EBIT ചേഞ്ച് ബൈ 2%. ദിസ് റിലേഷൻ ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ആവാം. ഓക്കെ, അടുത്ത എന്താണ്? ബ്രേക്ക് ഈവൻ. ഫിനാൻഷ്യൽ റിസ്ക് നമുക്ക് പറയാം. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് പറയാം നമുക്ക് അതിന്റെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് കൂടെ തന്നെ പറഞ്ഞു അല്ലെ. ഫിനാൻഷ്യൽ ലിവറേജ് 3 ലൈനോ ഇതിനകത്ത് ലൈൻ വരയ്ക്കാൻ
ഇവിടെ നിന്ന് ലൈൻ വെച്ച് നോക്കാം. പോലെ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം കേട്ടോ. ഓക്കെ, കോൺട്രിബ്യൂഷൻ പറയുന്ന വേരിയബിൾ കോസ്റ്റ് ഓർ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ചാൽ എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ EBIT ആൻഡ് EBT അല്ലെ EPS എന്നൊക്കെ പറയും. ആൻഡ് ഇൻഡിക്കേറ്റ് ഫിനാൻഷ്യൽ റിസ്ക്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ? ഫിനാൻഷ്യൽ റിസ്കിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇതിലുണ്ടായിരുന്നു ഇല്ലല്ലേ? കേറാം. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് റിസ്ക് ആണ്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഓക്കെ, അപ്പം EBITയും എന്താണ്? EBITയും EBTയും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ റിസ്കിനെയാണ്. അതല്ലെങ്കിൽ ദി യൂസ് ഓഫ് ഫണ്ട് വിത്ത് ഫിക്സഡ് കോസ്റ്റ് EPS ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഏർണിംഗ് പെർ ഷെയറിന്റെ ഇത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇക്വേഷൻ തന്നെ EBIT ഡിവൈഡ് ബൈ EBT ആണ്. അതല്ലാതെ വേറൊരു ഇക്വേഷൻ, മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ചേഞ്ച് ഇൻ EPS ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ പേഴ്സണൽ ചേഞ്ച് ഇൻ EBIT. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? മോളാണ് EBIT, ഇവിടെ താഴെ ഡിനോമിനേറ്റർ ആണ് EBIT കേട്ടോ. ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പരീക്ഷ സമയത്ത് എളുപ്പം കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് 2 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫോർ എവറി 1% ചേഞ്ച് ഇൻ ഇൻക്രീസ് ഇൻ EBIT എന്താണ്? ഏർണിംഗ് പെർ ഷെയർ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 2% എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് വെച്ചാൽ എന്താണ്? കമ്പൈൻഡ് വെച്ച് കഴിഞ്ഞാൽ സെയിൽസും അതേപോലെ EPSും തമ്മിലുള്ള റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് ടോട്ടൽ റിസ്കിനെയാണ് കാണിച്ചു തരുന്നത്. എന്തിനാണ്? ടോട്ടൽ റിസ്കിനെയാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്കിനെ കാണിക്കുന്നത് എന്താണ്? കമ്പൈൻഡ് ലിവറേജ് ആണ്. ഓക്കെ ഓക്കെ, ഇതിന്റെ ഒരു ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ EBT ആണ്. അതേപോലെ അടുത്തൊരു ഇക്വേഷൻ പറയുന്നത് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇതിന്റെ ആൻസേഴ്സ് ഈ കമ്പൈൻഡ് ലിവറേജ് എന്ന് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ഓപ്പറേഷൻ ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും പഠിക്കുകയാണെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് ഡിവൈഡ് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജ് മനസ്സിലാവും. കാരണം എന്താണ്? ഈ EBIT കൂടി കിട്ടുമ്പോൾ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ഇത്രയും കിട്ടും. അതേപോലെ തന്നെ അടുത്ത ഇക്വേഷൻ ഈ ഇക്വേഷന്റെ അകത്ത് ഈ EPS മുകളിൽ എഴുതി വന്നു. ഈ EBITയും കൂടി വെട്ടിപ്പോയി. സോ പിന്നെ വരുന്ന ഏതാണ്? ഡിവൈഡ് പേഴ്സണൽ ചേഞ്ച് ഇൻ സെയിൽ. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ സമയത്ത് ഓർമ്മ കിട്ടാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, ഇനി ഇത് മൂന്നിനും തമ്മിലൊരു റിലേഷൻ ഉണ്ട് കേട്ടോ. മൂന്നിന് ഒരു റിലേഷൻ കാണിക്കുന്നുണ്ട്. മൂന്നിന് റിലേഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടോ കേട്ടോ. എന്താണ്? കമ്പൈൻഡ് ലിവറേജിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിവറേജ് ആണ്. ഓപ്പറേഷൻ ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് ലിവറേജ് കിട്ടും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും 2 ടൈം തന്നിട്ട് മറ്റേ ടൈം കാണാൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ടൈം 2 ടൈം കിട്ടി നമുക്ക് മറ്റേ ടൈം കണ്ടുപിടിക്കണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ ഞാൻ
വൈറ്റ് ആക്കിയ ഫുള്ളി ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്താണ് വെട്ടിക്കളഞ്ഞല്ലേ. ഓക്കെ ഓക്കെ ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് കിട്ടി? ഇത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കിട്ടി അല്ലെ. അടുത്ത നമുക്ക് കഴിഞ്ഞോട്ടെ, ഇനി ബോക്സ് ഇല്ല. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് സെയിൽ അറ്റ് വിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഫുള്ളി റിക്കവർഡ്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കുണ്ടായ ഫിക്സ്ഡ് കോസ്റ്റ് മൊത്തത്തിൽ നമുക്ക് എന്താ വേണ്ട ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തിയാൽ നമ്മൾ ഓക്കെ ആണ്. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരെ നമുക്ക് ലോസിലായിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടമില്ല. ലാഭം ഉണ്ടോ? ഇല്ല. ലാഭം എത്രയും നമുക്ക് MOS നോക്കണം. ഓക്കെ, MOSലാണ് ലാഭം കിട്ടുന്നത്. EPS എന്ന് വെച്ചാൽ നമ്മുടെ ഫുള്ളി നമ്മുടെ എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ്. നമ്മൾ എത്രയാണോ നമുക്കുണ്ടായ ചെലവ് ടോട്ടൽ കോസ്റ്റ് അത്രയും തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സെയിൽ നന്നാണ്. 500 കോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയുടെ സാധനം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത്ര ടാലി ആയിട്ട് നിൽക്കും, ബാലൻസ്ഡ് ആയിട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് 3 തരത്തിൽ കാണാം. ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് 3 തരത്തിൽ കാണാം. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് 3 തരത്തിൽ കാണാം. സെയിൽ ആണെങ്കിൽ സെയിലിന്റെ ബേസിൽ യൂണിറ്റ് എത്ര വരും? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അടുത്ത BP സെയിൽസ് പേഴ്സൻറ്റേജിലാണ് എങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ എന്താണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും മതി. റുപ്പീസിലാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR റേഷ്യോ. ഓക്കെ, PVR റേഷ്യോ ആണെങ്കിൽ PVR റേഷ്യോ കാണാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ചെയ്താൽ മതി. അപ്പം എന്താണ് സെയിൽ പെർ യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് കാണാനാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. പെർസെന്റേജ് കാണാനാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. റുപ്പീസ് കാണാനാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR. PVR കാണാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. ഇവിടെ ശ്രദ്ധിച്ച് എല്ലാം പൊക്കത്ത് എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അടിയിൽ യൂണിറ്റ് കാണാനാണെങ്കിൽ എല്ലാത്തിനും എന്ത് തന്നെയായിരിക്കും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നെയായിരിക്കും. പെർസെന്റേജ് കാണാനാകുമ്പോൾ എന്താണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. റുപ്പീസ് വരുമ്പോൾ എന്താണ് PVR ആണ്. ഓക്കെ, PVR കാണാൻ വേണ്ടിയുള്ള ഇക്വേഷനോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. ഓക്കെ, ഇനി എന്താണ് BP എന്താണ് ഓപ്പറേഷൻ ലിവറേജും തമ്മിലുള്ള ഒരു റിലേഷൻ കുറിച്ച് പറയുന്നുണ്ട്. BP ആൻഡ് ഓപ്പറേഷൻ ലിവറേജ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഹൈ ആണെങ്കിൽ ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കും BP എന്ന് പറയുന്നത് എന്തായിരിക്കും ഹൈ ആയിരിക്കും. അപ്പം ലെസ് ആവുമ്പോഴോ എല്ലാം ആയിരിക്കും. ഓപ്പറേഷൻ ലിവറേജ് കൂടുതലായിരിക്കും. അത്ര തന്നെ നമുക്ക് സെയിൽസ് നടത്തണ്ടേ, എന്നാലും ഇപ്പൊ 100 രൂപ കോസ്റ്റ് ആയെങ്കിൽ നമുക്ക് എത്രമാത്രം BP വരുള്ളൂ? 100 എത്തുമ്പോ നമ്മൾ ടാലി ആയി. നമ്മൾ 1000ത്തിന് കോസ്റ്റ് ഉണ്ടായാൽ നമ്മൾ 1000 വരെ എത്തിയാൽ 1000 രൂപ സാധനം വിറ്റാലാണ് എന്താവുള്ളൂ അതാവുള്ളൂ അല്ലെ. ഓപ്പറേഷൻ BP ഈസ് ഡയറക്ട്ലി റിലേറ്റഡ്. ഇവര് തമ്മിൽ എന്താണ് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓപ്പറേഷൻ ലിവറേജ് കൂടിയാൽ BPയും കൂടും, ഓപ്പറേഷൻ ലിവറേജ് കുറഞ്ഞാൽ BPയും കുറയും. ഓക്കെ, ആ രീതിയിലായിരിക്കും ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് നമ്മൾ MOS എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് റെഫർ ദ സെയിൽ ഓവർ ദ എബോ BP സെയിൽ. BP സെയിൽസിന് മുകളിലോട്ട് എത്ര വെച്ചാണ് നടന്നാലും എന്ന് പറയുന്നത് MOS ആണ്. സോ ഇഫ് കമ്പനി ഇപ്പം പ്രോഫിറ്റ് ആണെന്ന് പറയുകയാണ്, ഇപ്പൊ ഒരു കമ്പനി ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അറ്റ് പ്രോഫിറ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം MOS എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ലോസിലാണ് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും MOS എന്ന് പറയുന്നത്? MOS
നെഗറ്റീവിലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിഫറന്റ് ആണ് എന്ന് അങ്ങനെയാണെങ്കിൽ MOS എന്ന് പറയുന്നത് 0 ആണ്. വ്യത്യാസമൊന്നുമില്ല, ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ഓക്കെ, അങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു പേരാക്കട്ടെ, ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, BEP-നും കഴിഞ്ഞും കൂടുതലായിരിക്കും, BEP-നും കഴിഞ്ഞും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ BEP-നും കഴിഞ്ഞും കുറവായിരിക്കും. ഓക്കെ, ഇവിടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഈക്വൽ ടു BEP ആയിരിക്കും, ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി MOS കാണാനുള്ള ഇക്വേഷൻ, MOS കാണാൻ ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്, നോക്കാം. നമുക്ക് MOS സെയിൽസ് യൂണിറ്റിലാണെങ്കിൽ നമ്മൾ മുകളിലത്തെ യൂണിറ്റ് എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ പഠിച്ചത്. എന്ന് വെച്ചാൽ കോസ്റ്റ് ആണ്, നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് വേണ്ട, സോ പ്രോഫിറ്റിന്റെ നോക്കണം. അപ്പൊ ആ സംഭവം മുകളിലുണ്ട്. പ്രോഫിറ്റ് ഇവിടെ എന്താ, EBIT അല്ലെ, EBIT ആണ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പെർ യൂണിറ്റ് ആണ് വേണ്ടത്. സോ എന്താണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഞാൻ പറഞ്ഞു പെർ യൂണിറ്റ് കാണാൻ വേണ്ടി എല്ലാം എന്താ വേണ്ട, യൂണിറ്റ് കാണാൻ വേണ്ടി എല്ലാം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് പറഞ്ഞത്. അടുത്ത ഇനി പേഴ്സൻറ്റേജ് കാണാൻ, പേഴ്സൻറ്റേജ് കാണാൻ നമുക്ക് വരിക എന്താണ്, EBIT ഡിവൈഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു എന്താണ്, പേഴ്സൻറ്റേജ് കാണാണെങ്കിൽ ഡിവൈഡ് ബൈ എന്താണ്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. മുകളിൽ എന്താണ്, പ്രോഫിറ്റ് ആണ് വേണ്ടത് നമുക്ക്, അതുകൊണ്ട് തന്നെ. അടുത്ത റുപ്പീസ്, റുപ്പീസിൽ വരുമ്പോൾ നമുക്ക് മുകളിൽ എന്ത് തന്നെ വരും മക്കളെ, EBIT തന്നെയാണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, PVR, കാരണം റുപ്പീസിലാണ് കണ്ടേ. സോ നമ്മൾ ഈ രീതി പഠിക്കുക, നമുക്ക് കണ്ട രീതി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എന്താണ്, റുപ്പീസിലാണോ കണ്ടത്, അല്ലെ യൂണിറ്റിലാണെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, റുപ്പീസിലാണെങ്കിൽ PVR, ഇനി അതല്ല പേഴ്സൻറ്റേജിലാണെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ആ ഒരു രീതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. PR കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ ടോട്ടൽ സെയിൽസ്, ഒരു ഇതെന്താണ്, ഒരു കടയിലെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, അത് കിട്ടണമെങ്കിൽ BEP പ്ലസ് MOS ചെയ്ത് എന്തുണ്ടാവും, നമുക്ക് ടോട്ടൽ സെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സാമിന്റെ ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BEP MOS തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഇനി എന്താണ്, MOS-ഉം നമ്മളിവിടെ BEP-യും ഓപ്പറേഷൻ ലെവറേജ് നമ്മൾ ഇക്വേഷൻ കണ്ടു. ഇനി അതേപോലെ തന്നെ എന്താണ്, MOS ആൻഡ് ഓപ്പറേഷൻ ലെവറേജ് തമ്മിലുള്ള കണക്ഷൻ, ഇത് ഡയറക്റ്റ് കണക്ഷൻ ആയിരുന്നു അല്ലെ. ഇവിടെ എന്താണ്, ഇൻഡയറക്റ്റ് ആണ് വരിക. MOS ഹൈ ആണെങ്കിൽ ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പൊ ബിസിനസ് റിസ്ക് എന്തായിരിക്കും, ലോ ആയിരിക്കും. MOS എന്ന് പറഞ്ഞ ലോ ആണെങ്കിൽ ഓപ്പറേഷൻ ലിവറേജ് എന്ന ഹൈ ആയിരിക്കും, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. മക്കളെ ഇത് മനസ്സിലാക്കാൻ ലോജിക്ക്. MOS എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് MOS എന്ത് വന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്ക് നോക്കുന്നത് എന്താണ്, കോസ്റ്റ് നമുക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പൊ കോസ്റ്റിനെയും കഴിഞ്ഞ് മുകളിൽ എത്തിയോണ്ടല്ലേ MOS നമുക്ക് കൂടിയത്. അപ്പൊ തന്നെ ബിസിനസ് റിസ്ക് കുറഞ്ഞില്ലേ. അപ്പൊ എന്താണ്, MOS കൂടുന്നത് ബിസിനസ് റിസ്ക് കുറയ്ക്കും, ബിസിനസ് റിസ്ക് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം അതായത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് അല്ലെ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്താ, MOS-ഉം ഓപ്പറേഷൻ ലിവറേജും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, MOS സെയിൽസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ ലിവറേജ് ആണ് കേട്ടോ. പിന്നെ അനലൈസ് ഓഫ് ഓപ്പറേഷൻ ലിവറേജ് നോക്കുകയാണെങ്കിൽ, നോ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ലിവറേജ് വരിക 1 ആയിരിക്കും. എന്താണ്, ഓപ്പറേഷൻ ലിവറേജ് വരിക 1 ആയിരിക്കും. പോസിറ്റീവ് ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഓപ്പറേഷൻ ലിവറേജ് എന്ന് പറയുന്നത് 1-നും കഴിഞ്ഞും കൂടുതലായിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം, പറയുന്നത്. അപ്പൊ ലോവർ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നേരെ തിരിച്ചു. അതേപോലെ തന്നെ എന്താണ്, ഓപ്പറേഷൻ ലിവറേജ് നെഗറ്റീവ് ആണെങ്കിൽ സെയിൽസ് കൂടും, അതുപോലെ തന്നെ എന്താണ്, EBIT കുറയും. ഓപ്പറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ഓപ്പറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ സെയിൽസ് നമുക്ക് കൂടും, അവിടെ എന്ത് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് കൂടി കൂട്ടും. ഓക്കെ, അതുപോലെ തന്നെ EBIT എന്ന് പറയുന്നത് 0-നും കഴിഞ്ഞ് കുറവാണ്, സെയിൽസ് എന്ന് പറയുന്നത് ഈ BEP സെയിൽസിന് കഴിഞ്ഞ് കുറവാണെങ്കിൽ നമുക്ക് എന്താണ്, ഓപ്പറേഷൻ ലിവറേജ് വരിക നെഗറ്റീവ് ആണ്. നമുക്ക് BEP എന്ന് പറയുന്നത് 0-നും കഴിഞ്ഞും കൂടുതലാണ്,
അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് BP സെയിൽസിന് ഇങ്ങനെ കൂടുതലാണെങ്കിൽ നമുക്ക് അറിയാം എന്താണ് DOL അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. EBIT ഈക്വൽ ടു 0 എങ്കിൽ അല്ലെങ്കിൽ സെയിൽ ഈക്വൽ ടു EBP സെയിൽസ് ആണെങ്കിൽ മീൻസ് എന്താണ് അവിടെ പ്രത്യേകിച്ച് ഓപ്പറേഷന് വ്യത്യാസം അൺഡിഫൈൻഡ് ആയിട്ട് കിടക്കും. സോ ഓപ്പറേഷൻ ക്യാൻ ബി നെവർ ബി ബിറ്റ്വീൻ എന്താണ് 0 and 1. ഓപ്പറേഷൻ ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, 1-നും 0-നും ഇടയ്ക്കായിട്ട് കിടക്കൂല, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 അങ്ങനെ വരുള്ളൂ കേട്ടോ, അല്ല 1-നും 0-നും ഇടയ്ക്കായിട്ട് വരില്ല. ഇറ്റ് ക്യാൻ ബി 0 or less, 0-നും കുറവ് -1 -2 ഒക്കെ വരാം, പക്ഷെ എന്ത് വരില്ല, 0-നും 1-നും ഇടയ്ക്കായിട്ട് ഓപ്പറേഷൻ വരില്ല. നമുക്ക് പഠിക്കാനുള്ളത്. Trading on equity. Financial leverage indicate use of fund with the fixed cost along with the equity share capital is known as trading on equity. Trading on equity എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? Financial leverage. Financial leverage എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യും? Financial leverage indicate use of fund with fixed cost. ഈ ഫിക്സഡ് കോസ്റ്റ് ആയ ഫണ്ട് യൂസ് ചെയ്ത് അത് എങ്ങനെയൊക്കെ ഫണ്ട് യൂസ് ചെയ്തു along with the equity share capital. നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കിട്ടി, അതും എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. The basic aim of financial leverage is to increase the earning ability of equity holders using fixed cost fund. The basic aim എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഏർണിംഗ് കൂട്ടുക എന്ന് പറഞ്ഞത് എങ്ങനെ? ഇക്വിറ്റി ഹോൾഡേഴ്സ് യൂസിങ് ഫിക്സഡ് കോസ്റ്റ് മുഖേന ഏർണിംഗ്സ് കൂട്ടിയെടുക്കാൻ എങ്ങനെയാണ്? When the quantity of fixed cost fund is really high, എന്നാൽ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് really high ആണ് കമ്പയർ ടു എന്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇറ്റ് ഈസ് സെഡ് ടു ബി ദ firm is trading on equity. It is firm trading on equity. Trading on equity നമ്മൾ പറഞ്ഞു. Trading on equity നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. തിക്ക് ഇക്വിറ്റി എന്നും തിൻ ഇക്വിറ്റി എന്ന് പറയാം. തിക്ക് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിന് കഴിഞ്ഞും കുറവായിരിക്കും. തിൻ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിറ്റി ഫണ്ട് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിന് കഴിഞ്ഞും കുറവായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി TOE-നാണ് ഞാൻ എഴുതുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റും? തിക്ക് ഇക്വിറ്റി എന്നും ഇവിടെ തിൻ ഇക്വിറ്റി എന്നും തിരിക്കാൻ പറ്റും അല്ലെ? ഈ തിക്ക് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിങ് കഴിഞ്ഞും കൂടുതലായിരിക്കും. ഇവിടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിങ് കഴിഞ്ഞും കുറവായിരിക്കും. അതാണ് തിക്ക് ഇക്വിറ്റി ഫണ്ട്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ഡബിൾ എഡ്ജ്ഡ് സോർഡ്. On one hand, where cost of fixed cost fund is less than return on investment. ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കുറവാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് വിൽ ഹെൽപ് ടു ഇൻക്രീസ് EPS. EPS ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കും? ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് സഹായിക്കും. ഓൾസോ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് വിൽ ഹാവ് സം ടാക്സ് ബെനിഫിറ്റ്സ്. എന്താണ്? കുറച്ച് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിൽ നിന്നും. ഓൺ ദ അതർ ഹാൻഡ്, ഇറ്റ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് ഈസ് മോർ ദാൻ എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് വിൽ adversely affect the EPS and may result in the financial disaster. This the financial leverage is known as എന്താണ്? ഡബിൾ എഡ്ജ്ഡ് സോഴ്സ്. ഫിനാൻഷ്യൽ ലിവറേജ് തന്നെയാണ് നമ്മളിത് ഡബിൾ എഡ്ജ്ഡ് സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ടേബിള് നമുക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഇൻസർട്ട് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് ഈ ഡബിൾ എഡ്ജ് സോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയൊരു ടേബിൾ തരാം. ഇതിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക? എന്താണ്? എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക? എന്ത് എഫക്ട്സ് ആണ് ഉണ്ടാവുക നോക്കാം. ആദ്യം നമുക്ക് സിറ്റുവേഷൻ തരാം. സിറ്റുവേഷൻ
അടുത്തെന്ന് പറയുന്നത് കമന്റ്സ്. ഒന്നാമത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്താണ്? കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിങ് കൂടുതലാണ്. അങ്ങനത്തെ ഒരു സിനാരിയോ. അടുത്ത എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്. അടുത്ത മൂന്നാമത്തെ സ്ഥിരാംശ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കമന്റ്സ് എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. എന്താണ്? ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. അൺഫേവറബിൾ ആണ്. അപ്പൊ എന്താണ് ഈ ഒരു ഓക്കെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി, കമന്റ്സ് മനസ്സിലായി ചോദിച്ചപ്പോൾ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് ഡബിൾ ഏജ്ഡ് സോർഡ് ആയിട്ട് പറയാനുള്ള കാരണം അതിന്റെ എഫക്ട്സ് നമ്മൾ പറഞ്ഞു. അടുത്ത ഫിനാൻഷ്യൽ ബി ഐ പി. ഫിനാൻഷ്യൽ ബി ഐ പി ഇസ് ദ ലെവൽ ഓഫ് EBIT ആയിട്ട് EPS is 0. EPS എപ്പോ 0 ആകും? എപ്പോ EBIയുടെ ലെവല് എപ്പോഴാണ് EPS 0 ആക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താ ഇറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ ആർ നോട്ട് ഇഷ്യൂഡ്. എന്താണ് പ്രിഫറൻസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോ EBIT ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഫിനാൻഷ്യൽ BEP എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? EBIT എന്ന് പറയുന്ന PD divided by I1 - T plus interest equal to financial BEP എന്ന് പറയും. പിന്നെ കമ്പൈൻഡ് ലിവറേജ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? കമ്പൈൻഡ് ലിവറേജ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ, അതിന്റെ അനലൈസ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്കൊരു ടേബിൾ കൂടി തരാം നിങ്ങൾക്ക് എന്താണ് ടേബിൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആദ്യമേ എന്താണ് ഓപ്പറേഷൻ ലിവറേജ്, അടുത്തെന്ന് പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്, അടുത്തെന്ന് പറയുന്നത് എന്താണ് കമ്പൈൻഡ് ലിവറേജ്, അടുത്തത് എന്താ കമന്റ്സ്. ഓക്കെ, ഓപ്പറേഷൻ ലിവറേജ് ഹൈ ലോ ആണെങ്കിൽ അടുത്ത ഓപ്പറേഷൻ ലിവറേജ് ഹൈ ആകുമ്പോഴുള്ള സിറ്റുവേഷൻ. ഓപ്പറേഷൻ ലിവറേജ് എന്താണ് ഹൈ ആകുമ്പോഴുള്ള സിറ്റുവേഷൻ 4x4 ആണല്ലേ, 4-5 ആണല്ലോ. അടുത്തെന്ന് പറയുന്ന എന്താ ലോ ആവുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജും ലോ ആവുന്ന സിറ്റുവേഷൻ, ഹൈ ആവുന്ന സിറ്റുവേഷൻ, ലോ ആവുന്ന സിറ്റുവേഷൻ, ഹൈ ആവുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജും ലോ ആവുന്ന സിറ്റുവേഷൻ, ഹൈ ആവുന്ന സിറ്റുവേഷൻ, മോഡുലേറ്റ് ആവുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ഇത്ര സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇത്ര സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിൽ നമുക്ക് വരുന്നല്ല ഓപ്പറേഷൻ ലിവറേജ് ലോ ആണ്, ഫിനാൻഷ്യൽ ലിവറേജ് ലോ ആണ്, കമ്പൈൻഡ് ലിവറേജ് ലോ ആണ്. ഇറ്റ് മീൻസ് എന്താണ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ അർത്ഥാക്കണേ? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ലിവറേജ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് അവിടെ ലോ ആണ്, ഫിനാൻഷ്യൽ റിസ്ക് ലോ ആണ്, ടോട്ടൽ റിസ്ക് എന്താണ് ലോ ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലോവർ ടോട്ടൽ റിസ്ക്. ടോട്ടൽ റിസ്ക് എന്താണ് ഇവിടെ? ടോട്ടൽ റിസ്ക് കുറവാണ്. അടുത്ത ഓപ്പറേഷൻ ലിവറേജ് ഹൈ ആണ്, ഫിനാൻഷ്യൽ ലിവറേജ് ഹൈ ആണ്, കമ്പൈൻഡ് ലിവറേജ് ഹൈ ആണ്. എന്താ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്,
ബിസിനസ് റിസ്ക് കൂടുതലാണ്, ടോട്ടൽ റിസ്ക്കും കൂടുതലാണ്. എന്താ വെരി അല്ലെ, വെരി റിസ്കി സിറ്റുവേഷൻ ആണ്, റിസ്കി കോമ്പിനേഷൻ ആണ്. ഈ ഒരു കോമ്പിനേഷൻ ബിസിനസ് പറയുന്നത് നല്ല റിസ്കി ആണ്. അടുത്ത ഓപ്പറേഷൻ ലിവറേജ് ഹൈ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് ഹൈ ആണ്, പക്ഷെ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ് കുറവാണ്. ടോട്ടൽ ആയിട്ട് നോക്കുകയെങ്കിൽ കുഴപ്പമില്ല, മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നു, ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞാലും നിൽക്കണം, കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, നോട്ട് എ ഗുഡ് കോമ്പിനേഷൻ. ഇതൊരു ഗുഡ് കോമ്പിനേഷൻ അല്ല, കോമ്പിനേഷൻ അല്ല. എന്താണ് ആ സ്ലോവർ EBIT ഡ്യൂ ടു DOC, ഡിഒയിൽ കാണാം, ഓപ്പറേഷൻ ലിവറേജ് കാരണം നമുക്ക് മനസ്സിലാക്കാം EBI എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിന്റെ അഡ്വാൻറ്റേജസിന് എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് ഹൈ ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും, അത് ബിസിനസ് റിസ്ക് ലോവർ ആയതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് പൊക്കോളും. ഓക്കെ, ബിസിനസ് റിസ്ക് അവിടെ കുറവല്ലേ, ഫിനാൻഷ്യൽ റിസ്ക് ആണ് ഹൈ ആണ്, പക്ഷെ ബിസിനസ് റിസ്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് EBIT നമുക്ക് കിട്ടും, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താ അതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, മൊത്തത്തിൽ ഇത്രയാണ് എന്താ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നോക്കുകയാണെന്നുള്ളത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ ലിവറേജ് എന്താണ് സൂചിപ്പിക്കുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ് സൂചിപ്പിക്കുന്നത്, അതേപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജ് എന്താണ് സൂചിപ്പിക്കുന്നത്, ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, അതുപോലെ ടോട്ടൽ റിസ്ക്. അതുപോലെ തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ഫിക്സഡ് കോസ്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്പറേഷൻ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കമ്പൈൻഡ് ലിവറേജ് ഫിക്സഡ് കോസ്റ്റിനെ, ഇൻട്രസ്റ്റിനെയും പ്രിഫറൻസ് ഡിവിഡൻഡ്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ലിവറേജിലും ഓപ്പറേഷൻ ലിവറേജിലും അതിന്റെ ഒരു കമ്പൈനേഷൻ ആണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി എളുപ്പമുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു നമ്മള്. അതുപോലെ തന്നെ there is a unique എന്താണ് ഓപ്പറേഷൻ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് എന്താണ് ഓരോ യൂണിക് ആയിട്ടുള്ള DOL ഉണ്ട്, എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ലിവറേജ് ഉണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഉണ്ട്, ഓരോ ലെവലിലും ഈച്ച് ലെവൽ ഓഫ് EBITക്ക്. മറ്റേ ഔട്ട്പുട്ട് ആണെങ്കിൽ DBITക്ക് ആണ് എന്തുള്ളത്, ഈച്ച് ലെവലില് യൂണിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സെയിൽസിലും ഈച്ച് യൂണിക് ആയിട്ടുള്ള എന്താണ് കമ്പൈൻഡ് ലിവറേജും ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് BEP. ഓപ്പറേറ്റിംഗ് BEP എന്താണ്, നമുക്ക് അത് അൺഡിഫൈൻഡ് ആണ്. മറ്റു പറയുന്നത് ഫിനാൻഷ്യൽ BEP നമുക്ക് അൺഡിഫൈൻഡ് ആണ്. മറ്റേ കമ്പൈൻഡ് ലിവറേജ് വരുമ്പോഴും ഫിനാൻഷ്യൽ BEP നമുക്ക് എന്താണ് അൺഡിഫൈൻഡ് ആണ്. ഇതാണ് ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ടോട്ടൽ സമ്മറി മനസ്സിലാക്കാൻ ചോദിക്കണം. എനിക്കറിയാം കുറച്ച് പോരായ്മകൾ എന്തുണ്ട് ഇന്ററിന്റെ ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മള് ക്ലാസ് ആയിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ എന്തില്ല ഇന്ററിന്റെ ക്ലാസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 ക്ലാസ്സസ് എടുത്തു വരുമ്പോൾ നമുക്ക് എന്താണ് അത് മാത്രമല്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൽ പറയാനുണ്ടായിരുന്നു, വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് റെഫർ ചെയ്യുന്ന ഫ്യൂച്ചർ സ്റ്റുഡൻസിന് ആസ്പിറൻസിന് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് CA CMA റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് റിലേറ്റഡ് ആയിട്ടൊക്കെയാണ്. പിന്നെ CMA അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.